എന്താടാ നിന്റെ ഫയല്? റാമിന്റെ ക്യാബിനിലേക്ക് കയറി വന്ന് അവനിരിക്കുന്ന ടേബിളിനോട് ചേർന്നുള്ള ഷെൽഫിന്റെ ടോപ്പിൽ നിന്നും ഫയലെടുത്ത് അവന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് ധൃതി പറഞ്ഞത് കേട്ട് റാം ചിരി കടിച്ചു പിടിച്ചു. നീ ഇളിക്കല്ലേ, നിനക്ക് കണ്ണിച്ചോറുണ്ടോടാ എന്റെ റൊമാൻസിൽ കാല് വാരിയിടാൻ. അതിന് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് കരുതി നിന്റെ ക്യാബിൽ പോയി ഫയലെടുത്ത് വന്ന് എന്നോട് തന്നെ ഇത് പറയണം. ഇത് ഞാൻ നോക്കിയിട്ട് കാണാനിട്ടല്ലേ നിന്നെ വിളിച്ചത്? റാം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പരിഭവത്തോടെ പറയുന്നത് കേട്ട് ധൃതി അറിയാതെ പൊട്ടിച്ചിരിച്ചു. അവന്റെ ചിരി കണ്ട് റാം അവനെ നെറ്റിച്ചുളുക്കി നോക്കി. എന്താടാ, എന്തിനങ്ങനെ ചിരിക്കുന്നേ? ഞാൻ നിന്റെ വർത്താനം കേട്ട് ചിരിച്ചതാ. അഗ്നിതം അതിന്റെ ചേഞ്ച് നിനക്ക് നല്ലോണം ഉണ്ട്. നിന്റെ ആറ്റിറ്റ്യൂഡ് വരെ മാറിപ്പോയി. മുന്നേയൊക്കെ ആണെങ്കിൽ നിനക്ക് എപ്പോഴും ദേഷ്യവും നാക്കിൽ വികട സരസേ ഉള്ളൂ. ഇപ്പം നോക്ക്, നീ ദേഷ്യപ്പെടവരെ മറന്നിരിക്കുന്നു. നീ ധൃതി അത് പറഞ്ഞതും റാം അവന് സന്തോഷമില്ലാത്ത ഒരു ചിരി സമ്മാനിച്ചു. അവന്റെ മുഖത്ത് സന്തോഷം പോയതും ധൃതിക്ക് അത് സങ്കടമായി. റാം, നിനക്ക് ഫീലായോ? ഏയ് ഇല്ലടാ. ഞാൻ പെട്ടെന്ന് വാക്കുകൾ കിട്ടാതെ അവൻ ധൃതിക്ക് മുന്നിൽ പതറിപ്പോയിരുന്നു. നീത, അവൾക്ക് ഇപ്പോഴും ഒരു മാറ്റമല്ലേ? എന്നോട് അവൾക്ക് വെറുപ്പാടാ. ഈ ജന്മം അവൾക്ക് എന്നോട് ക്ഷമിക്കാനാവില്ല. പക്ഷേ അവളിലേക്ക് മാത്രമായി ഞാൻ ഒതുങ്ങിപ്പോവുകയാണ്. അവളിലെ അവഗണനകൾ എന്നെ നെഞ്ചിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. അവളെ ചേർത്ത് നിർത്താൻ ആഗ്രഹം ഉണ്ടായിട്ടും എനിക്കതിന് കഴിയുന്നില്ല ധൃതി. അവളുടെ മുന്നിൽ പോയി നിൽക്കാനോ അവളോടൊരു വാക്ക് മിണ്ടാൻ എനിക്ക് അർഹതയില്ല. എല്ലാതും ഞാൻ ഏറ്റു പറഞ്ഞതല്ലേ. അവളെയും മക്കളെയും സ്നേഹിക്കാൻ തയ്യാറായതല്ലേ. എന്നിട്ട് അവൾക്കൊന്ന് ക്ഷമിക്കാനോ മറക്കാനോ പറ്റുന്നില്ലല്ലോ. റാം, അത് വിടടാ. നീ ആ വർക്ക് ചെയ്യും. ഞാനിപ്പോൾ അതൊന്നും കാര്യമാക്കാറില്ല. അവളോട് ഞാനൊരു തെറ്റ് ചെയ്തു, ഒരു പെണ്ണിനെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ്. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. പക്ഷേ അവൾ എന്നേലും എന്നെ മനസ്സിലാക്കും, എൻ്റെ പശ്ചാത്താപം മനസ്സിലാക്കും. എൻ്റെ സ്നേഹം തിരിച്ചറിയാന്നൊക്കെ വിശ്വസിക്കാനും പ്രതീക്ഷിക്കാനുമാണ് എനിക്കിഷ്ടം. തെറ്റ് ചെയ്ത ശിക്ഷ അത് അനുഭവിച്ചേ മതിയാകും. അതേ ഞാനും അനുഭവിക്കുന്നുള്ളൂ. റാമേ, ഇറ്റ്സ് ഓക്കെ ധൃതി. അവൾക്കിപ്പോൾ എത്ര മാസമായി? ചെക്കപ്പൊക്കെ നടക്കുന്നുണ്ടോ? 6 കഴിഞ്ഞു. ചെക്കപ്പിന് കമലമ്മയും ശ്യാമും കൂടെ പോകും. അല്ലെങ്കിലും അവരായിട്ടാണ് അവൾക്ക് കൂട്ട്. അവരോടൊക്കെ സ്നേഹത്തിൽ കളിച്ചിട്ട് സംസാരിക്കുന്നത് കാണാം. അല്ലെങ്കിലും അവരവളോട് ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അല്ലടാ, അപ്പോൾ ഡോക്ടർ ചോദിക്കില്ലേ ഹസ്ബൻഡ് എവിടെയെന്ന്? സാധാരണ ഈ ടൈമിൽ അങ്ങനെ ഒരു ചോദ്യം ഡോക്ടർമാർ ചോദിക്കുമല്ലോ. ഭർത്താക്കന്മാരില്ലാത്ത എത്രയോ ഭാര്യമാർ നമ്മുടെ നാട്ടിൽ പ്രസവിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ ചത്തൊന്നും പറഞ്ഞില്ല ഭാഗ്യത്തിന്. പകരം ഞാൻ ആ ബോർഡിലാന്ന് പറഞ്ഞു. കമലമ്മ പറഞ്ഞതാ. ഡാ, എനിക്ക് അവളൊന്ന് കാണുന്നുണ്ട്. അവളൊന്ന് കാണാനോ സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. 2-3 മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ചെന്നാൽ പണ്ടത്തെ പോലെ പൊട്ടിത്തെറിക്കും അവള്. നീ വന്നു നോക്ക്. എന്നോട് മാത്രമേ അവൾക്ക് ദേഷ്യവും പകയുള്ളൂ. നിങ്ങളോടൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടില്ലായിരിക്കും. പിന്നെ പണ്ടത്തെ റൂട്ട് ക്യാരക്ടറൊക്കെ പോയിട്ടുണ്ട്. ഇനി നിന്നെ കണ്ടവളെ ഞാൻ ടെററായ അതിന് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ചെറു ചിരിയോടെ ധൃതിയെ നോക്കി അവൻ കളിയാക്കും പോലെ പറഞ്ഞത് കേട്ട് ധൃതി അവനെ പല്ലെറിഞ്ഞ് നോക്കി. ഓളതെണ്ടി. റാമിനെ നോക്കി കൊച്ചു പിള്ളേരെ പോലെ കൊഞ്ഞനം കുത്തി കാണിച്ചു. ധൃതി പോയതും ഫോൺ ഓണാക്കിയതും ഓണായി വന്ന ഫോണിലെ വാൾപേപ്പറിൽ തന്നെ അഗ്നിധീര മുഖമായിരുന്നു. കമലമ്മയുടെ നിർദ്ദേശപ്രകാരം രാവിലെ ഇളംവെയിൽ കൊള്ളാനായി ഒരൽപ്പം വീർത്ത വയലിൽ കൈവച്ച് നിൽക്കുന്നവരുടെ മുഖചിത്രം. മക്കളും അവളുമുള്ള ലോകത്തായ കാരണം അവളുടെ കവളിൽ വിരിഞ്ഞ പുഞ്ചിരിയും ആ ചിത്രത്തിൽ പകർന്നിരുന്നു. ഗാലറി തുറന്ന് മൈ വേൾഡ് എന്ന് സേവാക്കിയ ഫോൾഡർ തുറന്നതും അതിൽ നിറയെ അഗ്നിധിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി അവളുടെ മുഖങ്ങൾ. ഒറ്റക്കായിരിക്കുമ്പോൾ കമലമ്മയോടും മറ്റുള്ളവരോടും മറ്റും സംസാരിക്കുന്ന പിക്കുകൾ അവയിൽ നിറഞ്ഞു നിന്നു. അവളെയും അവളുടെ ചെറുതായി വീർത്ത വയലിലേക്കും കണ്ണീർ ചിമ്മാതെ നോക്കിയിരുന്നവൻ്റെ മിഴികളിൽ പതിയെ നീർത്തുള്ളികൾ സ്ഥാനം പിടിക്കാൻ തുടങ്ങിയിരുന്നു. അത് കവളിനെ ചുംബിച്ച് താഴേക്ക് ഊർന്നു വീണു. അവളുടെ ലോകത്ത് താൻ മാത്രം മഞ്ഞനാണെന്ന് ഓർത്തപ്പോൾ അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയിരുന്നു. ഫോണിൽ വന്ന നോട്ടിഫിക്കേഷനായിരുന്നു സ്വപ്നങ്ങളുടെ ലോകത്തിൽ നിന്ന് അവനെ തിരികെ കൊണ്ടുവന്നത്. അവളും മക്കളുമുള്ള ലോകത്തിൽ നിന്ന് പുറത്തു വന്ന് അവിടെ നിന്ന് എഴുന്നിട്ട് വാഷ് ബേസിന് അരികിലേക്ക് പോയി നന്നായി മുഖം കഴുകി കോൺഫറൻസ് ഹാളിലേക്ക് ചെന്നു. അവിടെ വരാനായി ധൃതിയിട്ട മെസ്സേജായിരുന്നത്. കമലമ്മേ, മതി, എൻ്റെ വയറ് പൊട്ടിപ്പോകൂട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. രാവിലെ ഉച്ചയ്ക്കും കഴിച്ചതൊക്കെ പതിവില്ലാതെ ഛർദ്ദിച്ച് കളഞ്ഞില്ലേ. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേക്കില്ല. അപ്പം ഇതൊക്കെ കഴിക്കണം. എനിക്ക് അടുക്കളയെ കുറച്ച് പണിയുണ്ട്, അത് തീർത്ത് വരാം. അപ്പോഴേക്കും മോളിത് മൊത്തം കഴിക്കണം കേട്ടല്ലോ. അവളുടെ കവളിൽ തലോടി പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയപ്പോൾ തൻ്റെ കയ്യിലേക്ക് കമലമ്മ വെച്ചെത്തുന്ന ഫ്രൂട്ട്സ് പാത്രത്തിലേക്ക് ചുണ്ടുപിളത്തി നോക്കി. പിന്നെ കമലമ്മ പോയ വഴിയും കൊച്ചു പിള്ളേരെ പോലെ അതിൽ നിന്നും കൊത്തിപ്പെറുക്കി കഴിക്കുന്നത് റാമവൻ്റെ ഫോണിലൂടെ കണ്ടു. അവളുടെ അരികിലേക്ക് തനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അവളെ തള്ളിക്കളയാനും ഇന്നവന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ മുക്കിലും മൂലയിലും വരെ ഫിഡിൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിധിയുടെ മുറിയിലൊഴികെ. അതുകൊണ്ട് തന്നെ റാമിൻ്റെ ഫോണിൽ നിന്ന് നോക്കിയാൽ അവൾ ചെയ്യുന്നത് എന്താണെന്ന് അവന് കാണാമായിരുന്നു. ഒത്തിരി നേരമായി മനസ്സാകെ ഡിസ്റ്റർബ് ആയതുകൊണ്ട് വീട്ടിലേക്ക് പുറപ്പെട്ടതാണ് റാം. ഓഫീസ് വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. ബാക്കിയൊക്കെ ധൃതിയുടെ തലയിലേക്ക് വെച്ച് കൊടുത്ത് ലാപ്പും എടുത്ത് അവൻ അവിടുന്ന് പുറപ്പെട്ടു. നിധ പ്രഗ്നൻ്റ് ആയതിനു ശേഷം റാം ഒറ്റക്കാണ് പോയി വരാറ്. ശ്യാമിനെ വീട്ടിൽ തന്നെ നിർത്തും. പേടിയാണ് അവന് നിധക്കും മക്കൾക്കും എന്തെങ്കിലും പറ്റുമോന്ന്. എന്തെങ്കിലും ആവശ്യം വന്നാൽ കമലമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശ്യാം എപ്പോഴും കൂടെ തന്നെ കാണും. പക്ഷേ ഇന്ന് കാരണമില്ലാത്തൊരു അസ്വസ്ഥത തന്നെ വലിഞ്ഞു മുറുകുന്നത് അവനറിഞ്ഞു.
വീട്ടിലെത്താനായി അവൻ്റെ കാൽ ആക്സിഡൻറ്റിൽ അമർന്നു. അതിനിടക്കാണ് പെട്ടെന്ന് ഓർത്ത പോലെ ഫോൺ ഓപ്പൺ ആക്കിയപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാനായി മടി പിടിച്ചിരിക്കുന്ന നിധിയെ കണ്ടത്. അവളെ കണ്ടപ്പോൾ തെല്ലൊരു ആശ്വാസമായെങ്കിലും അവൻ്റെ മനസ്സിൽ ആദ്യക്ക് കുറവൊന്നും വന്നില്ലായിരുന്നു. കുറച്ചു നേരം നുള്ളിപ്പെറുക്കിയിരുന്ന നിത പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് കമലമ്മയെ പേടിച്ച് ബൗളിൽ നിന്ന് ഫ്രൂട്ട്സ് പെറുക്കി തിന്നുന്നുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ കൂടെ തിന്നുന്നുണ്ട്. രാവിലെ മുതൽ കഴിച്ചത് മൊത്തം സാധിക്കുന്നത് കൊണ്ട് അവളും അതെല്ലാം കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് വയറിലെ കുഞ്ഞോമനകൾ ചവിട്ടും കുത്തുമൊക്കെ നടന്നത് കൊണ്ട് അവൾ വയറിനെ പതിയെ തലോടുന്നുണ്ട്. കയ്യിൽ നിന്ന് ചാടിപ്പോയ മുന്തിരി എടുക്കാനായി പതിയെ കുനിഞ്ഞു നിവർന്നുകൊണ്ട് കണ്ണുകളിൽ ഇട്ട് മൂടുന്നത് അറിഞ്ഞ് കമലമ്മയെ വിളിക്കാനായി ശബ്ദമുയർത്താൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുന്നേ ശരീരം ഒരു അപ്പൂപ്പൻ താടി കണക്കെ നിലത്തേക്ക് ഊന്നു വീഴാൻ പോയവളെ അവിടേക്ക് വന്ന റാമിൻ്റെ കൈകൾ വന്ന് താങ്ങിയിരുന്നു. ബോധം പറഞ്ഞവൾ നെഞ്ചോട് അടക്കി പിടിച്ച് തട്ടി വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദം കേട്ട് കമലമ്മ അവിടേക്ക് വന്നിരുന്നു. അയ്യോ മോളെ നിത, മോനെ കുഞ്ഞിന് എന്തേ പറ്റി? അറിയില്ല, ഞാൻ വരുമ്പോൾ നിലത്തേക്ക് വീഴാൻ പോകുന്നത് കണ്ട് താങ്ങിയതാ. അപ്പോഴേക്ക് തളർന്ന് നെഞ്ചിലേക്ക് വീണു. എന്താ പറ്റിയ കമലമ്മേ? എന്നുള്ള ദേഷ്യത്തിന് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ ഇവള്? അത് മോനെ, ഭക്ഷണം കഴിച്ചായിരുന്നു, പക്ഷെ ഒക്കെ ഛർദ്ദിച്ച് കളഞ്ഞു. അതാവും മോള് മയങ്ങി വീണത്. എന്തായാലും മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം. ഞാൻ ശ്യാമിനോട് വണ്ടി എടുക്കാൻ പറയാം. രാമനോട് ഇത്രയും പറഞ്ഞ് തിരിച്ചൊന്നും പറയാൻ സമ്മതിക്കാതെ ആദിയോട് അവർ ശ്യാമിനെ വിളിക്കാൻ പോയി. അവർ പോയ വഴിയെ ഒന്ന് നോക്കി തളസിയോടെ തന്നെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നവളെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവളെ രണ്ട് കൈയിലും കോരിയെടുത്ത് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും വിവരം പറഞ്ഞ് ശ്യാം വണ്ടി തിരിച്ചിട്ടിരുന്നു. കമലമ്മ ഫ്രണ്ടിലിരിക്കോ പ്ലീസ്, ഞാൻ കുറച്ചു നേരം ഇവിടെ അരികെ ഇരുന്നോട്ടെ. നിറകണ്ണലിലൂടെ അവൻ അത് ചോദിക്കുന്നത് കേട്ടപ്പോൾ അവളുടെ ഉള്ളവും വീങ്ങി. അവനെ നോക്കി തലയാട്ടി അവർ ഫ്രണ്ടിൽ കയറിയതും അവളെയും എടുത്തവൻ ബാക്ക് സീറ്റിലേക്ക് കയറി. തന്നെ നെഞ്ചോട് അവളെ ചേർത്ത് കിടത്തി കാലുകൾ നീട്ടി സീറ്റിലേക്ക് വെച്ച് അവളെ സേഫാക്കി ഇരുത്തിയതും ശ്യാം വണ്ടി എടുത്തിരുന്നു. റാമിൻ്റെ ഉള്ളം വല്ലാതെ ഭയന്നു പോയെങ്കിലും അവൾക്കൊന്നും പറ്റില്ലെന്ന് അവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ തലയിലൂടെയും കവലിലൂടെയും അവൻ്റെ വിരലുകൾ പതിയെ ഓടിച്ചു. ഇടയ്ക്കൊക്കെ അവൻ്റെ അതിരങ്ങൾ അവളുടെ നെറ്റിത്തടങ്ങളിൽ പതിയുന്നുണ്ടായിരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ പുറം കയ്യാൽ അവൻ തുടച്ചു നീക്കുന്നത് ഫ്രണ്ട് മിററിൽ കൂടി ശ്യാം കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ശ്യാമിന് അവനോട് വല്ലാതെ പാവം തോന്നി. ഹോസ്പിറ്റലിലെത്തിയത് റാം അവളെയും കൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് ഓടി. ഡോക്ടർ അവളെ പരിശോധിച്ച് നേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പേടിക്കേണ്ട, ഇതൊക്കെ സർവ്വസാധാരണമാണ് പ്രഗ്നൻസിയിൽ. ഡോണ്ട് വെറി മാൻ ആൻഡ് കൂൾ, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. ഒരു ട്രിപ്പ് കയറ്റിയിട്ട് മയക്കം വിട്ട് ഉണർന്നാ കൊണ്ടുപോകാം. ഡോക്ടർ അവൻ്റെ പുറത്തിട്ട് ആശ്വസിപ്പിച്ച് പോയി. അപ്പോഴേക്കും നേഴ്സ് വന്ന് അവൾ ട്രിപ്പ് ഇട്ടിരുന്നു. മയങ്ങിക്കിടക്കുന്ന അവളുടെ നെറ്റിയിലൂടെ വിരലോടിച്ച് അവളുടെ വലം കൈ തൻ്റെ ഉള്ളം കൈയോട് ചേർത്ത് അവനും അവൾക്കൊപ്പം ഇരുന്നു. മോനെ, നീ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ, ക്യാനിയായി പോയി വലുത് കഴിക്ക്. കമലമ്മ ഇവിടെ ഇരിക്കാം. വേണ്ട കമലമ്മ, എനിക്കിപ്പോഴേ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ. എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് അവൾ ഉടനെന്ന് വരെ ഞാൻ ഇവളുടെയും മക്കളുടെയും അടുത്തിരുന്നോട്ടെ. നിസ്സഹായതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറയുന്ന അവനെ നോക്കി അവർ പുറത്തേക്ക് പോയി. കണ്ണുകളടച്ച് ഒന്നും അറിയാതെ കിടക്കുന്ന അവളെ ഒന്ന് നോക്കിയവൻ അവളുടെ വീർത്ത വയറിൽ വിറയിലൂടെ കൈ ചേർക്കുമ്പോൾ അവൾ ഉണരുമോ എന്നുള്ള ഭയത്തേക്കാൾ തൻ്റെ മക്കളുടെ സാമീപ്യം എത്രയും അടുത്തറിയുന്നത് അവനെ സംബന്ധിച്ച് ആദ്യ അനുഭൂതിയായിരുന്നു. അച്ഛനെന്ന വികാരത്തോടെ അവളുടെ ഉദരത്തിൽ അവൻ്റെ കൈ പതിഞ്ഞതും അതറിഞ്ഞ പോലെ അവളുടെ ഉദരം മുഴച്ചു വന്നു. അതവൻ സംബന്ധിച്ച് ആദ്യ കാഴ്ചയായിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുനീർ അവൻ്റെ കാഴ്ചയെ മറച്ചു കളഞ്ഞതും വാശിയോടെ അവൻ ആ മെഴുനീരിനെ തുടച്ചുകൊണ്ട് അവളുടെ വായിലൂടെ വെല്ലുകൊള്ളൊടിച്ചു. ആദ്യമുണ്ടായിരുന്ന വിറയിൽ പിന്നെ മാറിപ്പോയിരുന്നു. അവൻ്റെ സ്പർശനത്തിൽ അവളുടെ വയറിൽ ചെറുതായി അവിടെയും ഇവിടെയും മുളച്ചു വന്നുകൊണ്ടേയിരുന്നു. സങ്കടം നീലിച്ചിരുന്ന മുഖത്ത് നിറ പുഞ്ചിരി കളിയാടി. ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവാനും ഭാഗ്യവാനും താനാണെന്ന് അവന് തോന്നിപ്പോയി. എത്ര തൊട്ടും തലോടിയിട്ടും മതിയാവാത്തതുപോലെ തോന്നി. മയങ്ങിക്കിടക്കുന്നവൾ ഒന്നുകൂടെ നോക്കി അവൾ ഉറങ്ങുകയാണെന്ന് ഉറപ്പ് വരുത്തി അവനോട് ഉദരത്തോട് മുഖം കുനിച്ചു. വാവാസേ, അച്ചായിയുടെ കുഞ്ഞാറ്റകളെ, അമ്മയെ പോലെ അച്ചായിയുടെ കുഞ്ഞാറ്റകൾക്ക് ദേഷ്യമുണ്ടോ? ഉണ്ടാവില്ലേ? അച്ചായിക്ക് അത് താങ്ങില്ല. തളർന്നു പോകും അച്ചായി, തോറ്റുപോയി അച്ചായി ഈ അമ്മയുടെ അടുത്ത്. നിങ്ങളുടെ അമ്മയെ അച്ചായിയോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്നാ പറഞ്ഞേ. നിങ്ങളെ അകറ്റു. അങ്ങനെ അകന്ന് പോകല്ലോ. അച്ചായിക്ക് ആരുമില്ല, ആരും. തെറ്റാ നിങ്ങളുടെ അമ്മയോട് ചെയ്തത്. അതിന് ഈ ജന്മം മുഴുവൻ ഒരു പട്ടിയെ പോലെ അമ്മയുടെ കാഴ്ചവെട്ടിൽ കിടക്കാൻ ഞാൻ തയ്യാറാ. പകരം നിങ്ങളൊന്ന് കാണാനും ചേർത്ത് നിർത്താനും മുത്തങ്ങൾ നൽകാനും മാത്രം സമ്മതിച്ചാൽ മതി. നിങ്ങളും വെറുക്കല്ലേ അച്ചായിയെ. അമ്മയ്ക്ക് വേണ്ടി പകരം ചോദിക്കൂ. അങ്ങനെ അമ്മയും മക്കളെന്നെ തോൽപ്പിച്ച് കളയോ? നിങ്ങളുടെ മുന്നിൽ തോൽക്കാൻ ഇന്ന് അച്ചായിക്ക് സമ്മതാ, ഇഷ്ടം. പക്ഷെ അച്ചായെ ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. അത് മാത്രം പറയരുത്. ഇല്ലാണ്ടാവും അച്ചായി അവിടെ. അവളുടെ ഉദരത്തോട് മുഖമടുപ്പിച്ച് പതുക്കെ വളരെ പഞ്ഞ സ്വരത്തിൽ അവൻ്റെ കുഞ്ഞാറ്റകളോട് സ്വകാര്യം പോലെ പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവൻ തൻ്റെ അതിരം അവളുടെ ഉദരത്തിൽ ചേർത്തതും അവൻ്റെ അതിരത്തിലെ ചൂടിനും നനവിനുമൊപ്പം അവൻ്റെ കണ്ണിൽ ഉരുണ്ട് കൂടിയ മെഴുനീർ കണങ്ങളും അവളിൽ പതിച്ചു. അതറിഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ അവളുടെ വയറ്റിൽ കുതിച്ചു ചാടി മറിഞ്ഞതും അവിടെ കുതിച്ചു ചാടലിൽ അസ്വസ്ഥത തോന്നിയ നിത പതിയെ കണ്ണു തുറക്കാൻ തുടങ്ങുന്നത് കണ്ട റാം ഒരു നിമിഷം തറഞ്ഞു നിന്നു. തന്നെ ഇവിടെ കണ്ടാൽ സ്ഥലമോ സാഹചര്യമോ നോക്കാതെ അവളോട് ഉറഞ്ഞു തുള്ളുന്ന അറിയാവുന്നത് കൊണ്ട് അവൾ കണ്ണു തുറക്കുന്നതിന് മുമ്പേ അവൻ പുറത്തേക്ക് പോയി കമലമ്മയെ അവരുടെ അരികിലേക്ക് വിട്ടു. താൻ അവളുടെ അരികെ ഇരുന്നതൊന്നും അവളോട് പറയണമെന്ന് കമലമ്മക്ക് നിർദ്ദേശം കൊടുക്കാനും അവൻ മറന്നില്ല.
കമലമ്മ വന്ന് അവളുടെ അരികെയിരുന്നു. അവളുടെ തലയിലൂടെ പതിയെ തഴുകി കൊടുത്തപ്പോൾ അവൾ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. തനിക്കരികെ കമലമ്മയെ കണ്ടവൾ അവരെ കണ്ണും പിടിച്ച് നോക്കി. എന്താ മോൾ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, എനിക്കിവിടെ വേറെ ആരോ ഉള്ള പോലെ തോന്നി. ആരെ എന്നോട് സംസാരിക്കുന്ന പോലെ. കുഞ്ഞുങ്ങൾ വാരി കിടന്ന് ഇളകി മാറുകയായിരുന്നു. പക്ഷെ ഇപ്പില്ല, ഇത്രയും നേരം ഉണ്ടായിരുന്നു. ഞാൻ ഉണരുന്നതിന് മുമ്പേ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആര് വരാൻ, ഞാൻ തന്നെയാ മോളുടെ അരികിരുന്ന് താലോടിയിരുന്നത്. ഒപ്പം സകല ഈശ്വരന്മാരെ മാറി മാറി വിളിക്കുകയും ചെയ്തിരുന്നു. അതാവും മോള് കേട്ട് കാണുക, അല്ലാതെ ആര് വരാൻ? അല്ല, ഇപ്പം മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? തല കറങ്ങുന്നുണ്ടോ? പേടിപ്പിച്ച് കളഞ്ഞു നീ എല്ലാവരെയും. അതിനവൾ അവരെ നോക്കി മങ്ങിയെ ചിരിച്ചിരിച്ചു. കമലം പേടിച്ചോ ഞാനെങ്ങാനിനി മരിച്ചു പോകുമോന്ന്? വേണ്ടാത്ത പറയല്ലേ കുട്ടി, ഈ നേരം കൊണ്ട് ഞങ്ങൾ തന്ന ആദ്യം മോൾക്ക് അറിയില്ല. ആ സമയത്ത് രാമ വന്നില്ലായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് ഓടുകയെന്ന് പറയാം. ഒരു നിമിഷം എൻ്റെ റാമിൻ്റെ ശ്വാസം നിന്ന പോലെ ആയിരുന്നു. ഡോക്ടർ നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാ റാമിന് ശ്വാസം നേരെ വീണത്. അതുവരെ ആദ്യം പിടിച്ചായിരുന്നു നിൽപ്പ്. റാമിൻ്റെ പേര് കേൾക്കാൻ അവൾക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞത് കൂടി കമലമ്മ ആ പേര് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ അവൻ്റെ കണ്ണുനീർ അതിനിയും അവൾ കാണാതെ പോകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. റാമിൻ്റെ പേര് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും കമലമ്മയോട് എതിർത്ത് സംസാരിക്കാൻ തോന്നാത്തത് കൊണ്ടും നിധ മുഖം തിരിച്ച് കണ്ണുകളടച്ച് കിടന്നു. അവനെപ്പറ്റി പറയുമ്പോൾ നിധിയുടെ ഭാഗത്തു നിന്നൊരു പൊട്ടിത്തെറി അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടാവാത്തതിൽ അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതൊരു ഹോസ്പിറ്റൽ എന്ന ചിന്തയാവാം അവൾ മൗനം പാലിച്ചതെന്ന് അവർക്ക് തോന്നി. സത്യത്തിൽ അത് തന്നെയായിരുന്നു. ഒരുപക്ഷെ അവരുടെ വീടായിരുന്നുവെങ്കിൽ അവൾ അവനെപ്പറ്റി പറയുന്നത് കേട്ടിരിക്കില്ലായിരുന്നു. അടുത്ത ആരുടെയോ സാമീപ്യം അറിഞ്ഞപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. ഇപ്പോൾ ഓക്കെ ആയില്ലേ അഗ്നിത? ആർ യു ഓക്കെ നൗ? ഡോക്ടറാണ് അതിനവൾ തലയാട്ടി. പേടിക്കാനൊന്നുമില്ല, ഫുഡ് കഴിച്ചതൊക്കെ വെമിറ്റ് ചെയ്ത് പോയത് കൊണ്ട് തളർന്നു പോയതാ. ഡോണ്ട് വറി. അല്ല, വെർ ഈസ് യുവർ ഹസ്ബൻഡ്? ആള് വന്നപ്പോൾ നല്ല ടെൻഷനായിരുന്നു. അത് റാമ പുറത്താണ്. കമലമ്മയാണ് മറുപടി കൊടുത്തത്. എന്നാ വിളിക്ക്, അഗ്നി തുറന്നത് അറിഞ്ഞില്ലേ? ഈ സമയത്ത് ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു മിനിറ്റ് ഡോക്ടർ, ഞാനിപ്പോൾ വിളിക്കാം. കമലമ്മ അവനെ വിളിക്കാൻ പുറത്തേക്ക് പോയതും ആ സമയം നിധിയെ നോക്കുന്ന പ്രഗ്നൻസി ഡോക്ടറും അവിടേക്ക് വന്നു. ഇത്രയും നേരം കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറായിരുന്നത്. നിധ, ആർ യു ഓക്കെ? ഓക്കെ ഡോക്ടർ. ഹൗ ഈസ് യുവർ ബേബീസ്? ഉഷാറല്ലേ? അനക്കൊക്കെ ഇല്ലേ? ഫൈൻ ഡോക്ടർ. അപ്പോഴേക്കും കമലമ്മയും റാമും വന്നിരുന്നു. ഡോക്ടർ, ഇതാ നിധിയുടെ ഹസ്ബൻഡ്. ഓ, നമ്മൾ ഒരു വട്ടമല്ല മീറ്റ് ചെയ്തത്. ഫോറിലെ ആൾ വന്നോ? ഇനി വൈഫിൻ്റെ ഡെലിവറിയൊക്കെ കഴിയുന്നവരെ എവിടെയും പോകരുത്. അതേപോലെ ഇനിയുള്ള ചെക്കപ്പിന് നിധിയുടെ കൂടെ റാമും വേണം, കേട്ടല്ലോ? I know that you are very great businessman, so your life is very busy. But അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി, എക്സ്പെഷ്യലി ഈ ടൈമിൽ കുറച്ച് ഡേയ്സ് അല്ലേ വേണ്ടൂ. ഓക്കെ ഡോക്ടർ, ഇനി ഉണ്ടാവും. ഗുഡ്. അതാ അച്ഛനെയും അച്ഛൻ്റെ പ്രസൻസ് നിധിയെ പോലെ നിധിയുടെ വയറ്റിലുള്ള ബേബീസും ആഗ്രഹിക്കും. ഇപ്പം അവർക്ക് എല്ലാം അറിയാൻ കഴിയും. അമ്മയുടെ മൈൻഡ് മാത്രമല്ല, അവരുടെ അരികിലുള്ള അച്ഛൻ്റെ സാന്നിധ്യം അവർക്ക് അറിയാം. വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നോ? റാമിൻ്റെ കൈകൾ നിധിയുടെ വയറിലൊന്ന് വെച്ച് നോക്ക്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ റിസൾട്ട് അറിയാം. എന്താടോ, ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണോ മടിച്ചു നിൽക്കുന്നത്? ഇറ്റ്സ് ഓക്കെ, വീട്ടിൽ പോയാലും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. റാം, പേടിയൊക്കെ മാറിയില്ലേ? തൻ്റെ വൈഫ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. അത്രയും പറഞ്ഞ് അവർക്ക് വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്ത് ഡോക്ടേഴ്സ് പോയപ്പോഴായിരുന്നു നിധിക്ക് ആശ്വാസമായത്. അവൾക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കടിച്ചു പിടിച്ച് അവൾ അത്രയും നേരം ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ നിന്നത് അവളുടെ നിവൃത്തികേട് കൊണ്ട് മാത്രമായിരുന്നു. ഡോക്ടേഴ്സ് അവരുടെ അരികിൽ നിന്ന് പോയതും അവൾ അവനൊന്ന് ദേഷിച്ചു നോക്കി. അത് കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ മുഖത്ത് പുഞ്ചിരി സ്വിച്ച് എടുത്ത് പോലെ നിന്നിരുന്നു. അവൾക്ക് മുഖം കൊടുക്കാതെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ഫാർമസിക്ക് വെച്ച് പിടിച്ചു. അല്പം കഴിഞ്ഞതും അവൾ ഡിസ്ചാർജ് ചെയ്ത് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. തിരിച്ചുള്ള യാത്രയിൽ റാമായിരുന്നു ഡ്രൈവ് ചെയ്തത്. വീട്ടിലെത്തിയതും കമലമ്മയെ പോലും കാത്തു നിൽക്കാതെ അവൾ അകത്തേക്ക് പോയി. അതിൽ നിന്ന് തന്നെ അവൾ എത്രത്തോളം ദേഷ്യത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി. അവളുടെ പോക്ക് കണ്ട് സങ്കടം പൊട്ടി നിന്ന റാമിനെ കണ്ണു ചിമ്മി കാണിച്ച് ഒരു പുഞ്ചിരി സമ്മാനിച്ച് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവൻ ആശ്വസിച്ച് കമലമ്മ അകത്തേക്ക് പോയി. കമലമ്മ കിച്ചണിലേക്ക് പോയി അവൾക്ക് കുടിക്കാനുള്ള പാലുമായി മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടത് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നിധിയാണ്. എന്താ കുഞ്ഞ്, എന്തെങ്ങനെ നടക്കുന്നേ? വല്ല അസ്വസ്ഥതയുണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? അവർ കുറച്ച് ടെൻഷനോടെ ചോദിച്ചതും അവൾ കമലമ്മയെ നോക്കി തലചിരിച്ചു. മോളെ, റാമാഹാത്മ്യം പറയുകയാണെങ്കിൽ കമലമ്മക്ക് പോകാം. ഒന്ന് തളർന്നു വീണപ്പോൾ കിട്ടിയ അവസരം തകർത്ത് ആടിക്കാണോ അയാൾ? എന്തായാലും അതേറ്റു. ആ അഭിനയം ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ വിശ്വസിച്ചു. എനിക്കല്ല അറിയൂ അയാളുടെ യഥാർത്ഥ സ്വഭാവം. കുഞ്ഞെ, വേണ്ട എന്ന് കമലമ്മേ, അറിയാവുന്നതല്ലേ എല്ലാം. പിന്നെ എന്തിനാ എല്ലാം അറിഞ്ഞിട്ടും അയാളുടെ സഹായം തേടിയത്? ഞാൻ ചത്തുപോയാലും എനിക്ക് വിഷമില്ല. പക്ഷേ അയാളുടെ ഒരു സഹായം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട. ആരുമില്ലാത്തവരാ ഞങ്ങൾ. ആരും പോകാൻ ഇടമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്.
അയാളുടെ ജീവൻ എൻ്റെ വയറ്റിൽ കുരുക്കുമെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ അയാളുടെ കണ്ണെടുത്ത് പോലും ഞാൻ വരില്ലായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ അയാളെ നശിപ്പിക്കുമെന്നൊരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടിപ്പോൾ അയാൾ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. ഈശ്വരന്മാർക്ക് എൻ്റെ കണ്ണുനീര് കണ്ട് മതിയായി കാണില്ല. അതാവും എന്നെ പിന്നെയും ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നത്. മോളെ, ഇത് എന്തൊക്കെയാ പറയണത്? മോളോട് അവൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ. അതിനൊക്കെ അവനിന്ന് കുറ്റബോധമുണ്ട് മോളെ. അവൻ്റെ കണ്ണുനീര് അത് സത്യമുള്ളതാണ് മോളെ. മോള് പക്ഷേ അത് കാണാൻ ശ്രമിക്കുന്നില്ല. തെറ്റ് ചെയ്താൽ അതിന് മനസ്സറിഞ്ഞ് മനസ്താപിച്ച ക്ഷമിച്ചൂടെ നിനക്ക്?